ഖത്തറിലെ അമേരിക്കൻ സൈനിക താവളത്തെ ലക്ഷ്യമാക്കി ഇറാന്റെ മിസൈൽ ആക്രമണം ഉണ്ടായതോടെ കടുത്ത ആശങ്കയിലാണ് ഗൾഫ് മേഖലകൾ. ലക്ഷക്കണക്കിന് മലയാളികളുള്ള ഖത്തർ അടക്കമുള്ള ഗൾഫ് മേഖലയിലേക്ക് യുദ്ധം പടരുമോ എന്നതാണ് ആശങ്കയ്ക്ക് പ്രധാന കാരണം. അമേരിക്കൻ ഇടപെടലിൽ ഇസ്രായേൽ ഇറാൻ വെടിനിർത്തൽ പ്രഖ്യാപിച്ച ശേഷവും സംഘർഷം തുടരുന്നതാണ് ഗൾഫ് മേഖലയിൽ അടക്കം യുദ്ധഭീതി പടരാൻ കാരണം. ദോഹയിലേക്ക് ഇറാൻ മിസൈൽ ആക്രമണം ഉണ്ടായതിനെ തുടർന്ന് കേരളത്തിൽ നിന്ന് അടക്കമുള്ള നൂറുകണക്കിന് വിമാന സർവീസുകൾ താളം തെറ്റുകയും ഒട്ടേറെ പേർക്ക് യാത്ര മുടങ്ങുകയും ചെയ്തു. ദോഹയിലേക്ക് ഇറാൻ മിസൈൽ ആക്രമണം നടത്തിയതിനു പിന്നാലെ ഖത്തറിലെ ഇന്ത്യൻ സമൂഹത്തോട് ജാഗ്രത പാലിക്കാൻ കേന്ദ്ര സർക്കാർ നിർദ്ദേശം നൽകിയിരുന്നു. നിലവിലെ സാഹചര്യം കണക്കിലെടുത്ത് എല്ലാവരോടും ജാഗ്രത പാലിക്കാൻ അഭ്യർത്ഥിക്കുന്നു. ശാന്തത പാലിക്കുക, വീടിനുള്ളിൽ തന്നെ തുടരുക, ഖത്തർ അധികാരികൾ നൽകുന്ന നിർദ്ദേശങ്ങളും മാർഗനിർദ്ദേശങ്ങളും പാലിക്കണമെന്നും അറിയിപ്പുണ്ട്. 8 ലക്ഷത്തോളം ഇന്ത്യക്കാരാണ് ഇപ്പോൾ ഖത്തറിലുള്ളത്. ഇതിൽ വലിയൊരു വിഭാഗം മലയാളികളാണ്. ഖത്തറിലെ US സൈനിക താവളങ്ങൾക്കു നേരെ ഇറാന്റെ ആക്രമണമുണ്ടായി മണിക്കൂറുകൾക്ക് ശേഷമാണ് വെടിനിർത്തൽ അവകാശവാദവുമായി ട്രംപ് രംഗത്തെത്തിയത്. ദോഹയിലെ അമേരിക്കൻ സൈനിക താവളമായ അൽ ഉദൈദ് എയർബേസ് ആണ് ഇറാൻ ആക്രമിച്ചത്. പശ്ചിമേഷ്യയിലെ ഏറ്റവും വലിയ അമേരിക്കൻ സൈനിക താവളമായ അൽ ഉദൈദ് എയർബേസ് ദോഹയിൽ നിന്ന് 30 കിലോമീറ്റർ അകലെയാണ്. ഗൾഫ് മേഖലയിലെ അമേരിക്കൻ സെൻട്രൽ കമാൻഡ് ആസ്ഥാനം കൂടിയാണ് ഇവിടം. പശ്ചിമേഷ്യയിൽ അമേരിക്കയ്ക്ക് നിരവധി സൈനിക താവളങ്ങളുണ്ട്. 10,000-ഓളം അമേരിക്കൻ സൈനികരാണ് ഇവിടെ ഉള്ളത്. UAE, ഖത്തർ, സൗദി, ബഹ്റൈൻ, കുവൈറ്റ് തുടങ്ങിയ രാജ്യങ്ങൾക്ക് സുരക്ഷ നൽകുന്നതിനൊപ്പം ഈ മേഖലയിൽ സൈനിക നടപടികൾക്ക് ആവശ്യമായ സന്നാഹങ്ങളെല്ലാം അമേരിക്ക ഒരുക്കിയിട്ടുണ്ട്. വിമാനവാഹിനികൾ അടക്കമുള്ളവ ഇവിടെ സജ്ജമാണ്. ഖത്തർ, ബഹ്റൈൻ, കുവൈറ്റ്, ഇറാഖ്, UAE എന്നിവിടങ്ങളിലാണ് അമേരിക്കയുടെ സൈനിക ക്യാമ്പുകൾ ഉള്ളത്. ഇറാഖിൽ വടക്കൻ ബാഗ്ദാദിലെ താജി സൈനിക ബേസിന് നേരെയും ഇറാന്റെ ആക്രമണം നടന്നതായി റോയിട്ടേഴ്സ് അടക്കമുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. അമേരിക്കൻ സൈനിക താവളം തന്നെയാണിതും. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നേരിട്ട് ഇസ്രായേൽ ഇറാൻ വെടിനിർത്തൽ പ്രഖ്യാപിച്ച ശേഷവും സംഘർഷം തുടരുകയാണ്. ഇറാന്റെ ആക്രമണത്തിൽ ഇസ്രായേലിൽ 4 പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ബെർബേഷയിലാണ് ഇറാന്റെ മിസൈൽ ആക്രമണത്തിൽ 4 പേർ കൊല്ലപ്പെട്ടത്. വെടിനിർത്തൽ നിലവിൽ വന്നെന്നും അത് ലംഘിക്കരുതെന്നും ഡൊണാൾഡ് ട്രംപ് സമൂഹ മാധ്യമത്തിൽ വ്യക്തമാക്കിയിരുന്നു. ഇസ്രായേലാണ് യുദ്ധം ആരംഭിച്ചതെന്നും ഇസ്രായേൽ ആക്രമണം അവസാനിപ്പിച്ചാൽ ഇറാൻ ആക്രമണം തുടരില്ലെന്നും ഇറാൻ വിദേശകാര്യമന്ത്രി വ്യക്തമാക്കിയിരുന്നു. അമേരിക്കൻ സമ്മർദ്ദത്താൽ ഇസ്രായേലും വെടിനിർത്തലിന് തയ്യാറായിട്ടുണ്ട്. ഇസ്രായേലുമായുള്ള യുദ്ധത്തിൽ വെടിനിർത്തൽ ആരംഭിച്ചതായി ഇറാനിയൻ സ്റ്റേറ്റ് ടെലിവിഷൻ റിപ്പോർട്ട് ചെയ്തു. വെടിനിർത്തൽ സംബന്ധിച്ച US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നിർദ്ദേശത്തിന് ഇസ്രായേൽ സമ്മതിച്ചതായി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു തന്റെ ഔദ്യോഗിക പോസ്റ്റിലും കുറിച്ചു. ഇറാനിയൻ ടെലിവിഷനിൽ ടെഹ്റാൻ സമയം പുലർച്ചെ 4 മണിയോടെയാണ് വെടിനിർത്തൽ അംഗീകരിച്ചതായുള്ള വാർത്ത പുറത്തുവിട്ടത്. ഇതിനിടയിലും ഇരു രാജ്യങ്ങളും മിസൈൽ ബോംബാക്രമണങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇറാൻ ഇസ്രായേൽ സംഘർഷം അവസാനിച്ചെന്നും ഇരു രാജ്യങ്ങൾക്കുമിടയിൽ വെടിനിർത്തൽ നിലവിൽ വന്നെന്നും ഡൊണാൾഡ് ട്രംപ് നേരത്തെ തന്നെ അവകാശപ്പെട്ടിരുന്നു. ഇരു രാജ്യങ്ങളും ഇത് അംഗീകരിച്ചെന്നും ട്രംപ് പറഞ്ഞു. ട്രൂത്ത് സോഷ്യലിലൂടെയായിരുന്നു ട്രംപിന്റെ അവകാശവാദം. ഇരു രാജ്യങ്ങളും തമ്മിലുണ്ടായ സംഘർഷത്തെ 12 ദിവസത്തെ യുദ്ധമെന്ന് വിശേഷിപ്പിക്കണമെന്നും യുദ്ധം ഇതോടെ അവസാനിച്ചെന്നും ട്രംപ് അവകാശപ്പെട്ടിരുന്നു. എന്നാൽ വെടിനിർത്തൽ കരാർ നിലവിൽ വന്നതിന് പിന്നാലെ ഇസ്രായേലിന് നേരെ വീണ്ടും ഇറാന്റെ മിസൈൽ ആക്രമണമെന്ന് റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. ഇറാൻ തൊടുത്തുവിട്ട 2 ബാലിസ്റ്റിക് മിസൈലുകൾ പ്രതിരോധ സംവിധാനം തടഞ്ഞെന്ന് ടൈംസ് ഓഫ് ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്തു. നോർത്തേൺ ഇസ്രായേലിൽ അപായ സൈറണുകൾ മുഴങ്ങുകയാണ്. ജനങ്ങൾക്ക് ഷെൽട്ടറുകളിൽ തുടരാൻ അധികൃതർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ആക്രമണത്തിന് തിരിച്ചടി നൽകാൻ ഇസ്രായേൽ ഒരുങ്ങുകയാണ്. കനത്ത തിരിച്ചടി നൽകാനും ടെഹ്റാന്റെ ഹൃദയഭാഗത്തേക്ക് തന്നെ ആക്രമണം അയച്ചുവിടാനും ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് സൈന്യത്തിന് ഉത്തരവിട്ടു. ടെഹ്റാൻ കുലുങ്ങുമെന്നാണ് ഇസ്രായേൽ ധനകാര്യമന്ത്രി സ്മോട്രിച്ച് ഇറാന് മുന്നറിയിപ്പ് നൽകിയത്.